ഫുട്ബോൾ ലോകത്ത് കാലങ്ങൾ മാറിയാലും റെക്കോർഡുകൾ എത്ര തകർന്നാലും ഒരു പേര് മാത്രം മാറ്റമില്ലാതെ നിൽക്കുന്നു: ലയണൽ ആന്ദ്രിയാസ് മെസ്സി. ഓരോ കളിയിലും അദ്ദേഹം പുതിയൊരു മാന്ത്രികത കൂടി ഒളിപ്പിച്ചു വെക്കാറുണ്ട്. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന നേടിയ ആ അവിശ്വസനീയമായ വിജയത്തിന് പിന്നിലും ആ മാന്ത്രിക പാദങ്ങൾ തന്നെയായിരുന്നു. അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റുന്ന മെസ്സിയുടെ ആ മാജിക്കിന് നാം ഒരിക്കൽ കൂടി സാക്ഷികളായി. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇംഗ്ലണ്ട് മികച്ച രീതിയിൽ പന്ത് കൈവശം വെച്ച് മുന്നേറിയെങ്കിലും അർജന്റീനയുടെ പ്രതിരോധം വളരെ ശക്തമായിരുന്നു. ആദ്യ പകുതിയിൽ ഗോളുകൾ ഒന്നും പിറന്നില്ലെങ്കിലും ഓരോ നിമിഷവും വളരെ പിരിമുറുക്കമുള്ളതായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 55-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ഗോൾ നേടി മുന്നിലെത്തി. ആ നിമിഷം അർജന്റീന ആരാധകർ ഒന്ന് നിശബ്ദരായി. ഇംഗ്ലണ്ട് ഫൈനലിലേക്ക് എന്ന് കരുതിയ നിമിഷം. പക്ഷേ അവിടെയാണ് ലയണൽ മെസ്സിയുടെ നായകത്വം പുറത്തുവരുന്നത്. ഒരു നിമിഷം പോലും പതറാതെ മെസ്സി തന്റെ സഹതാരങ്ങളെ ഉണർത്തി. തന്ത്രജ്ഞനായ സ്കലോണി ഉടൻ തന്നെ കളിയിലേക്ക് മടങ്ങാൻ കളിക്കാരിൽ മാറ്റങ്ങൾ വരുത്തി. 63-ാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസിനെ ഇറക്കി. ഇത് അർജന്റീനയുടെ പ്രത്യാക്രമണത്തിന് മൂർച്ച കൂടുകയും ചെയ്തു. തുടർന്ന് 71-ാം മിനിറ്റിൽ മോണ്ടിയലും 72-ാം മിനിറ്റിൽ ഡീപോളും ഓട്ടമണ്ടിയും ഗ്രൗണ്ടിലെത്തി. ഈ മാറ്റങ്ങൾ അർജന്റീനയുടെ മധ്യനിരയെയും പ്രതിരോധത്തെയും കൂടുതൽ ശക്തമാക്കി. ഇംഗ്ലണ്ടിന്റെ സമ്മർദ്ദത്തിന് മറുപടിയായി അർജന്റീന കൂടുതൽ ആക്രമണകാരികളായി മാറി. ഏറ്റവും നിർണായകമായ മാറ്റം നടന്നത് 80-ാം മിനിറ്റിലായിരുന്നു. ലൗട്ടാറോ മാർട്ടിനസ് ഗ്രൗണ്ടിലെത്തി. അത് സ്കലോണിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. 85-ാം മിനിറ്റിൽ മെസ്സിയുടെ മാന്ത്രിക പാസിൽ നിന്ന് എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ സമനില ഗോൾ നേടി. ഇംഗ്ലണ്ടിന്റെ തന്ത്രങ്ങൾ അവിടെ പാളി. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസിന്റെ തകർപ്പൻ ഹെഡർ സ്റ്റേഡിയം ആകെ അർജന്റീന ആരാധകരുടെ ആർപ്പുവിളികളാൽ മുഴങ്ങി. ഒറ്റ ഗോളിന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചതാണ് ഇംഗ്ലണ്ടിന് വിനയായതെന്നാണ് ഫുട്ബോൾ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും അവിശ്വസനീയമായ കംബാക്ക് നടത്തിയ ഒരു ടീമിനെതിരെ ഒറ്റ ഗോളിന് പിടിച്ചു നിൽക്കാൻ മാത്രം വിഡ്ഢിയാണോ ഹാരി കെയ്ൻ? മറിച്ച് അർജന്റീനയുടെ പ്രത്യാക്രമണത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി ലയണൽ മെസ്സിയെക്കുറിച്ച് 2 വാക്ക്. ഈ സെമി ഫൈനൽ മത്സരത്തിൽ മെസ്സി കേവലം ഒരു താരം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ജനറലിനെ പോലെ തന്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് ഗോളടിച്ചതിന് ശേഷം അർജന്റീനയുടെ മനവീര്യം തകരുമെന്ന് പലരും കരുതി. എന്നാൽ മെസ്സിക്ക് മാത്രം സാധ്യമാകുന്ന ആ ശാന്തതയോടെ അദ്ദേഹം കളിയുടെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. മെസ്സി നടത്തിയ ഓരോ പാസുകളും ഇംഗ്ലീഷ് ഡിഫൻസിനെ നിസ്സഹായരാക്കി. 85-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ഗോൾ നേടിയപ്പോൾ ആ ഗോളിലേക്ക് വഴിയൊരുക്കിയ ആ അസിസ്റ്റ് മെസ്സിയുടെ കളിയിലെ അസാമാന്യ വിഷൻ വിളിച്ചോതുന്നതായിരുന്നു. അധികം വൈകാതെ തന്നെ ഇഞ്ചുറി ടൈമിൽ ലൗതാരോക്ക് തലവെച്ച് കൊടുക്കാൻ പാകത്തിന് മറ്റൊരു ക്രോസ്. അയാൾ അത് മനോഹരമായി ഇംഗ്ലീഷ് വലയിലുമാക്കി. അങ്ങനെ അർജന്റീന വീണ്ടും ഫൈനലിലേക്ക്. ഫിഫ ബോയ് എന്നും നിർണായക നിമിഷങ്ങളിൽ വികാരത്തിന് അടിമപ്പെടുന്നവനെന്നുമൊക്കെ നിങ്ങൾക്കിനിയും അദ്ദേഹത്തെ വിളിക്കാം. ശരിയാണ്, അയാൾ വികാരത്തിന് അടിമപ്പെടാറുണ്ട്. പക്ഷേ ആ നിമിഷങ്ങളിലൊന്നും അയാൾ കീഴടങ്ങാറില്ല. പകരം അവസാന നിമിഷം വരെ പൊരുതിക്കൊണ്ട് കൈവിട്ടുപോയ മത്സരങ്ങൾ തിരിച്ചു പിടിച്ചിട്ടേ ഉള്ളൂ. അയാൾ വികാരത്തിന് അടിമപ്പെടാറുണ്ട്, പക്ഷേ അത് ആ രാജ്യത്തിനോടും കാൽപന്ത് കളിയോടുമാണെന്ന് മാത്രം. എന്തായാലും അർജന്റീന ഒരിക്കൽ കൂടി വേൾഡ് കപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഫ്രാൻസിനെ തരിപ്പണമാക്കിയ സ്പെയിനാണ് എതിരാളി. കാത്തിരിക്കാം മറ്റൊരു മെസ്സി മാജിക്കിനായി.